നമസ്കാരം. രാജ്യമൊന്നടങ്കം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കടന്നു കഴിഞ്ഞു. പക്ഷേ ഈ ചൂട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശിൽ കുറച്ചുകൂടി കൂടുതലാണ്. കാരണം അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പും മെയ് മാസത്തിന് മുൻപ് തന്നെ നടക്കുന്നുണ്ട്. 175 സീറ്റുകളിലേക്കാണ് ആന്ധ്രാപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. നമുക്കറിയാം, നിലവിൽ ആന്ധ്രാപ്രദേശ് ഭരിക്കുന്നത് YSRCP ആണ്. NDAയുടെ എപ്പോഴും അനുഭവം പുലർത്തുന്ന ഒരു നിലപാടാണ് നിലവിൽ YSRCP പിന്തുടർന്നു പോരുന്നത്. കോൺഗ്രസിന്റെ അധികായനായിരുന്ന YS രാജശേഖർ റെഡ്ഡിയുടെ മകനായ ജഗൻമോഹൻ റെഡ്ഡി സംസ്ഥാനത്ത് അധികായനായി തന്നെ തുടരുന്നുമുണ്ട്. ഇതേ സമയം തന്നെ പ്രതിപക്ഷത്ത് വലിയ ഒരു നീക്കം നടന്നിരിക്കുകയാണ്. കാരണം ആന്ധ്രാപ്രദേശിൽ TDPയുടെ അധ്യക്ഷൻ N ചന്ദ്രബാബു നായിഡുവും ജനസേന പാർട്ടിയുടെ അധ്യക്ഷനായ പവൻ കല്യാണും ചേർന്ന് ആന്ധ്രാപ്രദേശിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള 118 സ്ഥാനാർത്ഥികളുടെ പട്ടിക സംയുക്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിനർത്ഥം TDPയും ജനസേനയും ഒന്നിച്ച് സഖ്യത്തിലായിരിക്കുന്നു എന്ന് തന്നെയാണ്. TDP സ്ഥാനാർത്ഥികൾ 94 സീറ്റുകളിലും ജനസേന 24 സീറ്റുകളിലും മത്സരിക്കുമെന്ന് TDPയുടെ അധ്യക്ഷനായ ചന്ദ്രബാബു നായിഡു തന്നെയാണ് അദ്ദേഹത്തിന്റെ വസതിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും 175 നിയമസഭാ സീറ്റുകൾ ഉള്ളതിൽ ബാക്കി 57 സീറ്റുകളിലേക്കുള്ള പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ള സൂചന കൂടി ഇവർ നൽകുന്നുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ സഖ്യത്തിൽ ഏർപ്പെടുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും ചിത്രം എന്ന് നമുക്കറിയില്ല. കാരണം ആന്ധ്രാപ്രദേശിൽ 25 ലോക്സഭാ സീറ്റുകളുണ്ട്. 25 എന്ന് പറയുന്നത് നിസ്സാരമായൊരു സംഖ്യയല്ല. കേരളത്തെക്കാളൊക്കെ അധികം ലോക്സഭാ സീറ്റുകൾ ഉള്ള ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് ആ സംസ്ഥാനത്തിന് വലിയ പ്രാധാന്യമുണ്ട് താനും. ഇവിടെ എങ്ങനെയായിരിക്കും BJPയുടെ നില എന്ന് അറിയേണ്ടതുണ്ട്. നമുക്കറിയാം, നിലവിൽ ആന്ധ്രാപ്രദേശിൽ ചിത്രത്തിൽ പോലുമില്ല BJP എന്ന പാർട്ടി. പക്ഷേ അവിടെ NDAയ്ക്ക് വലിയ കരുത്തുണ്ട്. കാരണം ഈ YSRCP ഉൾപ്പെടെ കേന്ദ്രത്തിനോട് എപ്പോഴും ഒരു മൃദു സമീപനം സ്വീകരിക്കുന്ന നിലപാടാണ് ഈ കാലയളവ് വരെ കണ്ടുവന്നിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ TDPയും NDAയ്ക്കൊപ്പം തന്നെ നിൽക്കുന്ന കാഴ്ചയുണ്ട്. നമുക്കറിയാം, ഈ YSRCPയെ കൂടെ കൂട്ടുന്നതിന് മുൻപ് BJPയുടെ ഏറ്റവും അടുത്ത ചങ്ങാതി TDP തന്നെയായിരുന്നു. പക്ഷെ പിന്നീട് TDPയിൽ ഉണ്ടായ ചില കലഹങ്ങൾ, ആ പാർട്ടിയിൽ ഉണ്ടായ ബഹളങ്ങളൊക്കെ കാരണം അവർ മാറി നിൽക്കുന്നു. അതിനുശേഷം TDP തിരിച്ചു വരുമ്പോൾ BJPക്ക് വലിയ കരുത്തായി YSRCP ഒപ്പം ഉണ്ട് താനും. നിലവിൽ അവർ NDA സഖ്യത്തിനൊപ്പമാണ് എന്ന് പറയുന്നില്ല എങ്കിൽ പോലും തെരഞ്ഞെടുപ്പിന് ശേഷം NDAയ്ക്കൊപ്പം ചേരാൻ തന്നെയായിരിക്കും ജഗൻമോഹൻ റെഡ്ഡിയുടെ തീരുമാനം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഈ മൂന്ന് പാർട്ടികളും ജനസേനയും TDPയും YSRCPയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA പക്ഷത്തായിരിക്കും. പക്ഷെ ഇവർക്കൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ സംസ്ഥാനത്ത് 2 നിലപാട് സ്വീകരിക്കേണ്ട ഒരു വലിയ ഗതികേട് കൂടിയുണ്ട്. കാരണം നിയമസഭയ്ക്കുള്ളിൽ അന്യോന്യം ആക്രമിക്കുന്ന, പല്ലും നഖവും ഉപയോഗിച്ച് ആക്രമിക്കുന്ന പ്രതിപക്ഷ പാർട്ടികളാണ് ഈ 3 വലിയ പാർട്ടികളും. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലായിക്കോട്ടെ ഇവരെല്ലാം പുലിക്കുട്ടികളായിരുന്ന ഇവരെല്ലാം പതുങ്ങി പൂച്ച പോലെ ആകുന്നു. NDAയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ച കൂടിയുണ്ട്. എന്തായാലും BJPക്ക് അവിടെ അധ്വാനിക്കാതെ തന്നെ നേട്ടം കൊയ്യാൻ സാധിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനി അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി അത്തരത്തിലുള്ള ഒരു സഖ്യനീക്കം ഉണ്ടാവുകയാണെങ്കിൽ ലോട്ടറി അടിച്ച ഒരു പ്രതീതി തന്നെയായിരിക്കും BJP സംസ്ഥാന നേതൃത്വത്തിന് ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും കിട്ടിയാലും ഇല്ലെങ്കിലും ലാഭം എന്ന നിലയിൽ തന്നെയാണ് ആന്ധ്രാപ്രദേശിനെ BJP സമീപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ TDPയും ജനസേനയും തമ്മിലുള്ള കൂട്ടുകെട്ട് ഗുണം ചെയ്യുമെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഇവരെല്ലാം NDA പാളയത്തിലേക്ക് തന്നെ എത്തുമെന്നും അറിയാം. അതിനോടൊപ്പം സംസ്ഥാനം ഭരിക്കുന്ന അല്ലെങ്കിൽ ഭരണ തുടർച്ച നേടാനൊക്കെ വലിയ സാധ്യതയുള്ള YSRCPയും NDAയെ തന്നെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടുണ്ട്. BJPയുടെ ലക്ഷ്യം എന്തായിരിക്കും, ഏത് പാർട്ടിയെ പിളർത്തിക്കൊണ്ടായിരിക്കും മറ്റൊന്നിനെ വിഴുങ്ങാൻ പോകുന്നത് എന്നൊക്കെ വഴിയെ കണ്ടറിയാം. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.